അങ്ങനെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തില് ദരിദ്രരായിട്ടുള്ള പൗലോസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അവിടെ നിന്നും അദ്ദേഹം മലയാളവും സുറിയാനി എന്ന് പറയുന്ന രണ്ട് ഭാഷ നോക്കുമ്പോഴത്തേക്കാണ് ഈ പൗലൂസിനെ കാണാൻ ആൾ വന്ന് അദ്ദേഹത്തിന് പൊക്കി തോളിലിട്ടിട്ട് ആ ഗുഹയ്ക്കകത്തേക്ക് തന്നെ ഇതേ കണക്ക് പുരുഷന്മാരും ഒക്കെ അവിടെ നിൽക്കുന്നു. പക്ഷെ ആർക്കും വസ്ത്രങ്ങളില്ല. മന്ത്രവാദം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം ഇതൊക്കെ പഴരി ഇരുന്ന ഭാഗത്ത് ഒരു പൊടിയരിയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ഈ ചാനലിൽ ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പറഞ്ഞു തരാനും വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുമൊക്കെ പരിഹാരങ്ങൾ പറഞ്ഞു തരുവാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംശയമുള്ളവർ, ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയേണ്ടവർ നിങ്ങളുടെ നാളും പേരും ഒക്കെ വെച്ചിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അതിന് എന്താണ് കാര്യമെന്ന് എഴുതി ചോദിക്കുക. വാസ്തുപരമായി അറിയേണ്ടവർ നിങ്ങളുടെ വീടിൻ്റെ രൂപരേഖയൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ ദർശനം ഏത് ഭാഗത്താണ് അത് പ്രധാനമായിട്ടും അടയാളപ്പെടുത്തി ഇപ്പോൾ ആ വസ്തു ആരുടെ പേരിനാണ് ഇരിക്കുന്നത്, അവരുടെ നാളും പേരും, ആരൊക്കെ ഇപ്പോൾ താമസമുണ്ട് അവരുടെ എല്ലാവരുടെയും കൂടെ നാളും പേരും ഒക്കെ വെച്ചിട്ട് വേണം എഴുതി ചോദിക്കേണ്ടത്. കൃത്യമായി അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ നിർദ്ദേശിച്ച് തരികയോ വീട് വന്ന് കാണേണ്ടതാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ അവിടെ തന്നെ വന്ന് കണ്ട് അതിനുള്ള മറ്റ് പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞ് അത് പൂർത്തീകരിച്ച് തരുന്നതാണ്. ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് എഴുതി ചോദിക്കുക. നേരിട്ട് കാണാൻ വരേണ്ടവർ എവിടെയാണ് വരേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അങ്ങനെ നേരിട്ടും വന്ന് കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നിങ്ങളിങ്ങനെ അവിടെ എവിടെ കാണാതെ വേഗത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു പോയി കാണാതെ പൂർണ്ണം ആദ്യം തൊട്ട് അവസാനം വരെ. കാരണം പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ മുറിഞ്ഞു പോയാൽ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാകില്ല. ഇയാൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കളഞ്ഞിട്ട് പോകും. എൻ്റെ ചാനൽ എല്ലാ ചാനലിനും പറ്റുന്ന അബദ്ധമാണ്. നമ്മൾ തുടക്കം അതിനെക്കുറിച്ച് ഒരു വിശദീകരിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നേരിട്ടൊരു കാര്യത്തിലേക്ക് വരാൻ പറ്റില്ല. കാര്യം അത് ഒരുപാട് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക. സമയമില്ല എന്നുണ്ടെങ്കിൽ സമയമുള്ളപ്പോഴും കണ്ടാൽ മതി. അത് മൊത്തത്തിൽ കാണുക, എങ്കിലേ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. എല്ലാ വീഡിയോകളും എൻ്റെ എന്നല്ല, യൂട്യൂബിലൊക്കെ വരുന്ന എല്ലാ വീഡിയോകളും അത് തന്നെ. നമ്മളൊരു സിനിമ കാണുന്നത് എങ്ങനെയാണ്, ആദ്യമായിട്ട് അവസാനം വരെ കണ്ടാൽ അതിൻ്റെ ഒരു കഥയുടെ ഒരു ഫ്ലോ നമുക്ക് മനസ്സിലാകുള്ളൂ. അത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിരിക്കാനും പറ്റും. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ബാക്കി കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ്. ഒരുപാട് ആൾക്കാർ കൈകാര്യം ചെയ്തൊരു കാര്യമാണ് കടമുറ്റത്ത് കത്തനാര്. ഇപ്പൊ ഞാനിപ്പോ എന്തിനാണ് ഇത് എടുത്തുകൊണ്ട് വന്നതെന്ന് പലരും ചിന്തിക്കുക. ഇപ്പൊ ഞാൻ ഇതിനകത്ത് മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട് ഈ ബാധ ഒഴിപ്പീരിനെ കുറിച്ചൊക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ വലിയ ഗുരുനാഥനും ആചാര്യനും അദ്ദേഹത്തിന്റെ പാത നമ്മൾ പിന്തുടർന്ന് പോകേണ്ടതുമാണ് കടമറ്റത്ത് കത്തനാരുടെ. അദ്ദേഹം ഒരു പള്ളി വികാരിയായിരുന്നു കത്തനാര്. പക്ഷെ അദ്ദേഹം കൈകാര്യം ചെയ്തത് മാന്ത്രികം, മഹേന്ദ്രജാലം, ഇങ്ങനെയുള്ള ഹിന്ദു ആചാരപ്രകാരമുള്ള വിദ്യകൾ, അതാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ അദ്ദേഹം വരുന്നത് പള്ളിയിൽ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അതിനകത്ത് തെറ്റൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ രീതിയാണ്, അദ്ദേഹത്തിന്റെ സ്റ്റൈലാണത്. അല്ലെങ്കിൽ അദ്ദേഹം അപ്പം ആരാധിക്കുന്ന ദൈവത്തിന്റെ ഒരു ദിവ്യ വസ്ത്രം ധരിച്ച് അദ്ദേഹം പോകുന്നു. അതിനകത്തൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും. പക്ഷെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് മാന്ത്രികമായിരുന്നു. അതെങ്ങനെയാണോ നമുക്ക് നോക്കാം. എന്താണ് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കഥകളൊക്കെ TV-യിൽ വന്നിട്ടുണ്ട്. അതെന്താണ് വന്നിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് മാത്രമാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ആരായിരുന്നു, എങ്ങനെ അദ്ദേഹം ഈ ഒരു മാന്ത്രികനായി മാറി എന്നുള്ളതിനെ കുറിച്ച് ചിലവർക്ക് അറിയാമായിരിക്കാം. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ഒരു കഥ രൂപത്തിൽ തന്നെ ഞാനത് പറഞ്ഞു തരാം. തിരുവിതാംകൂറിലെ കുന്നത്ത് നാട് താലൂക്കില് കടമുറ്റത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഇപ്പൊ കുന്നത്ത് നാട് താലൂക്ക് എന്ന് പറയുന്നത് ഒരു ഉൾപ്രദേശമാണ്. ഇവിടെ ഒരു പള്ളിയും കുറച്ച് പാവപ്പെട്ട ജനങ്ങളും. അങ്ങനെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തില് ദരിദ്രരായിട്ടുള്ള ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ജനിച്ചതാണ്
ഈ കടമുറ്റത്ത് നമ്മൾ ഇപ്പോൾ അറിയപ്പെടുന്ന കടമുറ്റത്ത് കത്തനാര്. പൗലോസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കൊച്ചിലെ അച്ഛനുമായിട്ട് പേര് പൗലോസ്, കൊച്ചു പൗലോസ് എന്ന് വിളിക്കും അദ്ദേഹത്തിന്. വളരെ പാവപ്പെട്ട ദരിദ്രരായിട്ടൊരു കുടുംബത്തിലാണ് ജനിച്ചത്. കൃഷിയൊക്കെ ചെയ്താണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന്റെ അമ്മയെയും ഇങ്ങനെ ആഹാരം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. ദാരിദ്ര്യം കൊണ്ട് അസുഖം പിടിച്ച അച്ഛനും അമ്മയും ഈ കൊച്ചു പൗലോസിന്റെ വളരെ കുഞ്ഞിലെ തന്നെ മരിച്ചുപോയി. മറ്റു ബന്ധുക്കളൊന്നുമില്ല. ഒരു കൊച്ചു ചെറ്റക്കുടിലാണ് അദ്ദേഹം ജനിച്ചത്, വളർന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അദ്ദേഹം ദാരിദ്ര്യം കൊണ്ടാണ് അവർ മരിച്ചത്. അസുഖം പിടിച്ച് ചികിത്സയൊന്നുമില്ലാതെ അച്ഛനും അമ്മയും മരിക്കുന്നു. ഈ കൊച്ചു പൗലോസ് ഒറ്റയ്ക്കായി, ആരുമില്ല. എത്ര ദിവസം പട്ടിണിയിരിക്കും? വിശന്ന് ദിവസങ്ങൾ കഴിഞ്ഞു. വിശന്ന് വയറ് പൊരിഞ്ഞപ്പോഴത്തേക്ക് വീട് ഉപേക്ഷിച്ച് പൗലോസ് ഇറങ്ങി നടന്നു. കുറച്ചു ദൂരം അങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു പള്ളി കണ്ടു. പള്ളിയുടെ മുമ്പിൽ പോയിട്ട് മുട്ടുകുത്തി നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എനിക്ക് നഷ്ടപ്പെട്ടു, ആരുമില്ല, ആഹാരം കഴിക്കാൻ എനിക്കൊന്നുമില്ല, വിശക്കുന്നുണ്ട്. എൻ്റെ ഈ കഷ്ടങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണേ കർത്താവെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. പക്ഷെ ഈ പ്രാർത്ഥന ആ പള്ളിയിലെ അച്ഛൻ കത്തനാര് അതുവഴി നടന്നു പോയപ്പോഴത്തേക്ക് ഒരു കുഞ്ഞിരുന്നിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഓടി അടുത്ത് വന്നിട്ട് എന്താണെന്ന് കാര്യം ചോദിച്ചു. പൗലോസുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനും നഷ്ടപ്പെട്ട കാര്യവും ആഹാരം കഴിക്കാൻ പറ്റാത്ത. അപ്പം വളരെ നിഷ്കളങ്കനാണ്. മുഖത്ത് നോക്കിയാൽ ആർക്കും വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പയ്യൻ. അപ്പൊ അങ്ങനെ ഈ പള്ളിയിൽ അച്ഛന് വേറെ കുടുംബമൊന്നുമില്ല. അദ്ദേഹം ഈ പയ്യനെ കൂട്ടത്തിൽ കൂട്ടി പറഞ്ഞു, നീ എന്നോടൊപ്പം വന്നോ, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം, എന്നോടൊപ്പം നീ നിന്നാൽ മതി, പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഇദ്ദേഹം ഈ പൗലോസിനെയും കൊണ്ട് നേരെ പള്ളിയിലച്ഛൻ കത്തനാര് അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് പോയി, താമസ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ കൂട്ടത്തിൽ കൂട്ടി നന്നായിട്ട് ആഹാരമൊക്കെ കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് കുറേ കന്നുകാലികളൊക്കെ ഉണ്ട്. ഈ കത്തനാർക്ക് കുറച്ച് ഭൃത്യന്മാരും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വരുമാനം. പക്ഷെ ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഈ പൗലോസ് ഈ കത്തനാരുമായിട്ട് അവിടെ സുഖമായി താമസിച്ചു തുടങ്ങി. അതിന് പൗലോസിന് വിദ്യാഭ്യാസമൊന്നുമില്ല, അതിനുള്ള പ്രായമാകുന്നതേ ഉള്ളൂ. അപ്പൊ ഈ കത്തനാർക്ക് അവനോട്, സ്വന്തം മകനോട് തോന്നുന്ന വാത്സല്യമൊക്കെ തോന്നി. അവൻ അത്രയും സത്യസന്ധനായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഇവനെ വിദ്യ അഭ്യസിക്കുവാനായിട്ട്. അപ്പൊ ഈ കത്തനാർക്ക് തോന്നി അദ്ദേഹത്തിന്റെ കാലശേഷം ഇവിടെ കത്തനാരായിട്ട് ഈ പൗലോസിനെ തന്നെ നിയമിക്കണം, അതിനുള്ള വിദ്യാഭ്യാസം അവന് വേണം. അതിനു വേണ്ടിയിട്ട് മറ്റൊരു ആളടുത്ത് ഈ പള്ളിയുടെ ചടങ്ങുകളും കാര്യങ്ങളും വിദ്യ അഭ്യസിക്കാനായിട്ട്, ഭാഷ പഠിക്കണമല്ലോ, അതിനുമൊക്കെ വേണ്ടിയിട്ട് നേരെ അവിടെ കൊണ്ടാക്കി. അവിടെ നിന്നും അദ്ദേഹം മലയാളവും സുറിയാനി എന്ന് പറയുന്ന 2 ഭാഷ നന്നായി പഠിച്ചു. പള്ളിയുടെ ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചു. കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു നേരെ നമ്മുടെ കത്തനാരടുത്ത് പള്ളിയിൽ വന്നു. ഈ കത്തനാർക്ക് വലിയ സന്തോഷമായി. അവൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചില്ല, 2 ഭാഷയും പഠിച്ചു. അങ്ങനെ വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനോടൊപ്പം കൂടി. പള്ളിയിൽ ഷമ്മാശു എന്ന് പറയുന്നൊരു പട്ടമുണ്ട്, ആ പട്ടവും കൊടുത്തു. പക്ഷെ ആ ഒരു പദവിയിലേക്ക് ഈ പള്ളിയിൽ അദ്ദേഹത്തിനെ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ അവരവിടെ സന്തോഷമായി കഴിഞ്ഞു വരുന്ന ഒരു ദിവസം ഈ കത്തനാർക്ക് ഒരുപാട് കന്നുകാലികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ കറവയൊക്കെ കഴിഞ്ഞിട്ട് 2-3 ഭൃത്യന്മാര്, ഒരുപാട് കന്നുകാലികളുണ്ട്, പശുക്കളുണ്ട്, അവരെയൊക്കെ കൊണ്ട് നേരെ കാട്ടിൽ പോയി മേയാൻ വിടും. ഉച്ചയ്ക്ക് പാല് കറക്കുന്നതിന് മുമ്പ് ഇതിനൊക്കെ അവർ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ മേഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പുലി ഈ പശുക്കളുടെ നേരെ ചാടി വീണ് ഒരു പശുവിനെ പിടിച്ചു. ബാക്കിയുള്ളത് 4 പാട് ഓടി. ഈ ഭൃത്യന്മാരും ഓടി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു പശുക്കളെയും കാണാനില്ല. അങ്ങനെ ഇവർ നേരെ ഈ ജോലിക്കാരന്മാരെല്ലാം കൂടെ ഓടി നേരെ കത്തനാരടുത്ത് വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരു പുലി വന്ന് പിടിക്കാൻ വന്നു, അത് ഒരു പശുവിനെയും കൊണ്ടുപോയി, ബാക്കി പശുക്കൾ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അപ്പം ഈ കത്തനാരും ഈ നമ്മുടെ ഈ ഷമ്മാശും പൗലോസും ബാക്കി ജോലിക്കാരുമായിട്ട് നേരെ വടിയും കമ്പൊക്കെ ആയിട്ട് നേരെ അവര് കാട്ടിലേക്ക് കയറി. അവിടെ എല്ലാം തിരഞ്ഞു. ഒരു പശുവിനെ പോലും ഇവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ വളരെ വിഷമിച്ച എല്ലാ പശുക്കളും പോയി എന്നുള്ള ധാരണ വീട്ടിൽ വന്നതുകൊണ്ട് ഈ പുലി പിടിച്ച ഒരു പശു പോയി. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് അതങ്ങ് വീട്ടിലെത്തി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ പൗലൂസിനെ കാണാനില്ല. ബാക്കി ഭൃത്യന്മാരെല്ലാവരും ഉണ്ട്. ഈ പുലി പിടിച്ച ഒരു പശു ഒഴിച്ച് ബാക്കി പശുക്കളും എല്ലാം എത്തി. അങ്ങനെ
ഈ കത്തനാർക്ക് ഒരുപാട് വിഷമമായി. ഇനി എന്ത് ചെയ്തു? അവനെയും പുലി പിടിച്ചോ? ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു തിരിച്ച് അപ്പം സന്ധ്യയായി. തിരിച്ചിനി കാട്ടിലേക്ക് കയറാൻ നിവൃത്തിയില്ല. അടുത്ത ദിവസം രാവിലെ അന്വേഷിക്കാം, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് അവൻ വരുന്നെങ്കിൽ നമുക്ക് എന്താണെന്ന് അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും കിടന്നുറങ്ങി. പക്ഷേ ഈ ഇദ്ദേഹത്തിന്, ഈ കത്തനാർക്ക് ഉറക്കം വന്നില്ല. കാര്യം അദ്ദേഹം അത്രയേറെ സ്വന്തം മകനെ പോലെ തന്നെ ഈ പൗലോസിനെ സ്നേഹിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ ഇവരെല്ലാവരും നേരെ അവിടെ പോയി, കാട്ടിൽ പോയി അന്വേഷിക്കുകയാണ്. ഒരിടത്തും പൗലുവിനെ കാണാനില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, പൗലുവിനെ കാണാനില്ല. അപ്പോൾ തീരുമാനിച്ചു, കൊച്ചു പൗലോസിനെ പുലി പിടിച്ചു. പക്ഷെ എന്താണ് സംഭവിച്ചത്? പൗലോസ് രാത്രി ഇവരന്വേഷിച്ചു പോയ രാത്രി പല വഴി പിരിഞ്ഞാണ് ഇവർ അന്വേഷിച്ചത്, പശുവിനെ അന്വേഷിച്ചത്. പൗലു ഒറ്റയ്ക്കായിപ്പോയി. സന്ധ്യയായി, കൂരാകൂരിട്ട്, ഒരു വെട്ടവുമില്ല. എങ്ങോട്ട് പോകണം എന്ന് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടന്ന് ഇദ്ദേഹം ഒരു ഗുഹയുടെ പ്രധാന വാതിലിന്റെ അവിടെ എത്തി. അത് അദ്ദേഹത്തിന് ചെറിയ വെട്ടത്തിൽ, അദ്ദേഹത്തിന് നിലാവിന്റെ ചെറിയൊരു പ്രകാശത്തിൽ കണ്ടെത്തി ഒരു ഗുഹയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇനി എങ്ങോട്ട് പോകണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതിന് വിഷമിച്ചും പേടിച്ചും നിന്നപ്പോഴത്തേക്കുണ്ട് ഒരു ഭീകരനായ ഒരു മനുഷ്യൻ, വളരെ പൊക്കവും ഒരു 3-4 മനുഷ്യന്റെ അത്രയും വലിപ്പമുള്ള ഒരാൾ വന്ന് അദ്ദേഹത്തിന് പൊക്കി തോളിലിട്ടിട്ട് ആ ഗുഹയ്ക്കകത്തേക്ക് തന്നെ കൊണ്ടങ്ങ് പോയി. കൊച്ചു പൗലോസിനെ കൊണ്ട് ഒരുപാട് ദൂരം നടന്ന് അവസാനം ഒരു വലിയ ഗുഹയുടെ ഒരു വലിയ വിസ്താരമുള്ള സ്ഥലത്തെത്തി. അവിടെ തീപ്പന്തങ്ങളൊക്കെ വെച്ച് വളരെ പ്രകാശമയമാണ് അതിനുള്ളിൽ. അപ്പൊ നടുക്ക് ഒരാള് ഒരു വലിയ ഒരു സിംഹാസനം പോലുള്ള ഒരു വലിയ കല്ലൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ പ്രധാനി എന്ന് മനസ്സിലായി. ഒരുപാട് ഇതേ കണക്ക് പുരുഷന്മാരും ഒക്കെ അവിടെ നിൽക്കുന്നു. പക്ഷെ ആർക്കും വസ്ത്രങ്ങളില്ല. പിന്നെ അവിടെ കൊണ്ടുവന്ന് ഈ പൗലുവെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പറഞ്ഞു, എനിക്കിന്ന് ഇവിടെ നിന്ന് കിട്ടിയതാണ്. ഇയാൾ ഈ ഇരിക്കുന്ന പ്രധാനിയോട് പറയാണ്, എനിക്ക് ഇന്ന് കിട്ടിയതാണ് ഈ മനുഷ്യനെ, ഇത് ഞങ്ങളെല്ലാം കൂടെ മുറിച്ച് കഴിച്ചോട്ടെ. അപ്പൊ നരഭോജികളാണ്. അവിടെയും പൗലോസിനെ രക്ഷിച്ചത് അവന്റെ മുഖത്തിന്റെ ആ ദൈന്യതയാണ്. പ്രധാന ആള് പറഞ്ഞു, വേണ്ട, ഞാൻ പറയാം, നിങ്ങളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവനോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ. നീ ആരാണ്? നീ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? പൗലോസുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവന്റെ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ, ഈ പള്ളിയിൽ വന്നതും കത്തനാൽ അവനെ ദത്തെടുത്തതും ഇപ്പോൾ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് വലിയൊരു വിഷമം തോന്നി. പാവമായിരുന്നല്ലോ എന്നുള്ള കാര്യം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഒന്നുകിൽ അവർ നിന്നെ ഭക്ഷിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടത്തെ നിയമങ്ങൾ അനുസരിച്ച് നീ ഇവിടെ നിന്നുകൊള്ളാം എന്ന് സമ്മതിക്കണം. ഒരിക്കലും നിനക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. സമ്മതമാണെങ്കിൽ ഇവിടെ നിന്നോണം, ഇല്ലെങ്കിൽ അവർ നിന്നെ വന്ന് ഭക്ഷിക്കും, പച്ചയ്ക്കും തിന്നും. അപ്പം ഈ പൗലുവിന്റെ മനസ്സിലൊരു ഐഡിയ പോയത്, തൽക്കാലം ഇതനുസരിച്ച് ഞാനിവിടെ നിൽക്കാം. മനസ്സിൽ ചിന്തിക്കുകയാണ്, സന്ദർഭം കിട്ടുമ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്നെങ്കിലും തെളിഞ്ഞു വരുമല്ലോ. കർത്താവ് എന്നെങ്കിലും എനിക്ക് ഒരു വഴി തരും. അപ്പോഴും അദ്ദേഹം കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴും രക്ഷപ്പെട്ടുള്ള തൽക്കാലം ജീവൻ രക്ഷിക്കാൻ വഴി ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുന്നു, ഞാനിവിടെ നിന്നുകൊള്ളാമെന്ന്. അപ്പം വിവസ്ത്രനായി നഗ്നനായി വേണം നിൽക്കേണ്ടത്. നിവൃത്തിയിട്ട് അദ്ദേഹം അത് സമ്മതിക്കുന്നു. ആ ഉടുത്തിരുന്ന വസ്ത്രങ്ങളെല്ലാം കൂടെ ഊരി ചുരുട്ടി ഗുഹയിൽ ഒരു ഭാഗത്തുകൊണ്ട് അദ്ദേഹം ഒളിച്ചു വെക്കുകയാണ്. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്, ഇന്നലെ നാളെ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, എന്റെ കർത്താവ് എന്നെ സഹായിക്കും. അതുകൊണ്ട് അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഈ ഒരാളുണ്ടല്ലോ, ഒരു അജാനുബാഹു, അയാളിൽ നിന്നും മന്ത്രവാദം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം ഇതൊക്കെ പഠിക്കുകയാണ്. ഇതിലൊക്കെ അഗ്രഗണ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്നും ഇതെല്ലാം പഠിച്ചു. പക്ഷെ അദ്ദേഹം മറ്റൊരു ശിഷ്യന്മാർക്കും ഇത്രയും മന്ത്രവാദവും മഹേന്ദ്രജാലവും ഇന്ദ്രജാലവും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിന് എല്ലാം പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം എല്ലാം പഠിച്ചു. 12 വർഷം എടുത്തു, എല്ലാം പഠിച്ചു പൂർത്തിയാക്കി. അപ്പൊ എപ്പോഴും ഈ പൗലോസിന്റെ മുഖം എപ്പോഴും വിഷാദം നിറഞ്ഞതാണ്, വിഷമം നിറഞ്ഞതാണ്. ഇത് ഗുരുനാഥൻ മനസ്സിലാക്കിയിട്ട് 12 വർഷത്തിന് ശേഷം എല്ലാം പഠിച്ച് പൂർത്തിയാക്കി ചോദിച്ചു, എന്താണ് നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു വിഷമം? അപ്പൊ ഈ ആശാനും ശിഷ്യനും തമ്മിൽ നല്ല ബന്ധമാണ്. ഇദ്ദേഹം നല്ല സ്വഭാവമാണ് പൗലോസ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു താല്പര്യം ഈ ഗുരുവിന് തോന്നി, ഈ അജാനുബാഹുവായ ഗുരുവിന് തോന്നി. അങ്ങനെ ഇദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം ഉള്ള സത്യം തുറന്നു പറഞ്ഞു, കള്ളം പറഞ്ഞില്ല. ഞാൻ വിശന്ന് വലഞ്ഞു വന്നപ്പോൾ എനിക്ക് പിതാവായി മാറിയ ഒരു കത്തനാര് ഇങ്ങനെ പള്ളിയിൽ എന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ.
എനിക്കും അദ്ദേഹമാണ് പ്രിയപ്പെട്ടവൻ. ആ ഒരു വിഷമമാണ് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. എന്നെങ്കിലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊരു ചിന്തയാണ് എന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം ഗുരുവിനോട് തുറന്നു പറഞ്ഞു. ഗുരുവിന് ഒരുപാട് സന്തോഷമായി. കാര്യം കള്ളം പറഞ്ഞില്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള ഈ മറ്റുള്ള മനുഷ്യരെ അവരെ കണ്ണുവെട്ടിച്ച് നിനക്ക് രക്ഷപ്പെടാമെങ്കിൽ നീ രക്ഷപ്പെട്ടോ. അല്ലെ, നിന്നോട് എനിക്ക് അത്രയേറെ താല്പര്യമുണ്ട്, അത്രയേറെ സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, അതുകൊണ്ട് പറയുകയാണ്, അവരെ കണ്ണുവെട്ടിച്ച് നിനക്ക് രക്ഷപ്പെടാമെങ്കിൽ നീ രക്ഷപ്പെട്ടോ. പക്ഷേ പിടിക്കപ്പെട്ടാൽ എനിക്ക് പോലും നിന്നെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കില്ല. അപ്പൊ നിനക്ക് കുറച്ച് വിശ്വാസം വേണം, എങ്കിൽ നീ പറ്റുള്ളൂ എന്ന് പറയും. ഇത്രയും കേട്ടപ്പോൾ പൗലോസിന് സന്തോഷമായി. പക്ഷേ സംശയമുണ്ട് ഉള്ളിൽ. ഇവരൊക്കെ ഏകദേശം ഈ വിദ്യ പഠിച്ചവരാണ്. ഇത്രത്തോളം അല്ലെങ്കിൽ പോലും ധൈര്യം സംഭരിച്ച് ഒരു രാത്രി ഇദ്ദേഹം എല്ലാവരെയും ഇദ്ദേഹത്തിന്റെ ഇന്ദ്രജാലം കൊണ്ട് മയക്കി കിടത്തി, ഉറക്കമഴിക്കാത്ത വിധത്തിൽ. അപ്പൊ ഗുരുവിന്റെ മുഖത്തു നിന്നും വിദ്യ പഠിച്ചതിന് ശേഷം ആദ്യമായി ഇദ്ദേഹം ഉപയോഗിക്കുന്ന വിദ്യയാണ് എല്ലാവരും മയക്കി കിടത്തുക എന്നുള്ളത്. എല്ലാവരും മയക്കി കിടത്തിയിട്ട് ഇദ്ദേഹം നേരെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഈ മയങ്ങി കിടന്നവരും ഇന്ദ്രജാലക്കാരന്മാരാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ അവരഴിച്ചു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ പൗലോസിന് പോയ ദിക്ക് ലക്ഷ്യമാക്കി അവർ ഓടി. പക്ഷെ അതിനിടയ്ക്ക് ഇദ്ദേഹം രക്ഷപ്പെട്ടു കിടന്നു. ചരിത്രത്തിൽ ഒരുപാട് ആ ദുർഘടം പിടിച്ച യാത്രയെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു പോയി. നേരെ ജനവാസമുള്ള സ്ഥലത്തേക്ക് ചെന്നെത്തി. വനത്തിൽ നിന്നും പുറത്ത് കിടന്നു. ഇദ്ദേഹം അങ്ങനെ അപ്പൊ ഈ പോയ വഴിക്ക് ഇദ്ദേഹം ഈ പഴയ വസ്ത്രം ചുരുട്ടി വെച്ചിരുന്ന വസ്ത്രമൊക്കെ എടുത്ത് കുറയ്ക്ക് ദ്രവിച്ചു പോയെങ്കിലും തൽക്കാലം നാണം മറയ്ക്കുവാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി ഇദ്ദേഹം നേരെ പോയി. ഇദ്ദേഹം നേരെ അങ്ങനെ നടന്ന് പോയി. രാത്രിയാണ്, വിശക്കുന്നുണ്ട്, നല്ല വിശപ്പ്. അപ്പൊ അടുത്തൊരു വീട് കണ്ടു. ആ വീട്ടിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം എന്നുള്ള ചെന്ന ഒരു വൃദ്ധയായ ഒരു മാതാവ് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും വേണം. അപ്പൊ അമ്മ പറഞ്ഞത് 2 ദിവസമായി ഇവിടെ അടുപ്പ് കൂട്ടിയിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇന്ദ്രജാലത്തിന്റെ 2ാമത്തെ പ്രാവശ്യം വിദ്യ കാണിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നത്. ചോദിച്ചു, അമ്മ അരി ഇരുന്ന ഭാഗത്ത് ഒരു പൊടിയരിയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, നോക്കട്ടെ. നോക്കിയപ്പോൾ 2-3 അരിമണികൾ കിട്ടി. അത് ഇദ്ദേഹം കയ്യിൽ വാങ്ങിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞ് അടുപ്പിൽ വെള്ളം വെച്ചിട്ട് തീ കത്തിക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്കൊരു സംശയം തോന്നി, ഇത് വല്ല ഭ്രാന്തനോ വല്ല ആണോ ചുമ്മാ പറയുന്നത്. എങ്കിലും അമ്മ കത്തിച്ചു. വെള്ളം തിളച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഇന്ദ്രജാലം കാണിച്ച് ഈ അരി അതിലേക്ക് ഇടുകയും നിറച്ച് ചോറുണ്ടാകുകയും പിന്നെ അവിടെ ഇരുന്ന ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അമ്മ തന്നെ ചെറിയൊരു അതിനോടൊപ്പം കഴിക്കാനുള്ളൊരു കറിയൊക്കെ ഉണ്ടാക്കി 2 പേരും കഴിച്ചിട്ട് ഇദ്ദേഹം അവിടെ നിന്നും നേരെ യാത്രയാകുന്നു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഇവിടുന്ന് കടമറ്റത്ത് പള്ളിയിലേക്ക് പോകാൻ എത്ര ദൂരമുണ്ട്? അപ്പൊ ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്നു, വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. നേരെ അദ്ദേഹം അവിടെ ചെല്ലുന്നു. പള്ളിയിൽ ചെന്ന് വിളിച്ചപ്പോഴത്തേക്ക് കത്തനാരാണ് ഇറങ്ങി വന്നത്. അദ്ദേഹം വന്നിട്ട് ആദ്യം മനസ്സിലായില്ല. 12 വർഷം കഴിഞ്ഞു, ഇതൊക്കെ തടിയും മുടിയൊക്കെ ആയി. ആരാണെന്ന് കുഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാനാണ് പഴയ പൗലോസ്. സന്തോഷമായി അച്ഛന്. 2 പേരും കെട്ടിപ്പിടിച്ചു. അന്നുവരെയുള്ള കഥകളൊക്കെ പറഞ്ഞു സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ചു. അങ്ങനെ ആ കടമുറ്റത്ത് പള്ളിയിലെ കത്തനാരായിട്ട് ഈ പൗലോസ് സ്ഥാനമേൽക്കുന്നു. പിന്നീട് അതാണ് കടമുറ്റത്ത് കത്തനാകൻ. അതിനുശേഷമാണ് അദ്ദേഹം പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് യക്ഷികളെ പിടിച്ചു കിട്ടിയ ചരിത്രങ്ങൾ, കഥകളല്ല ചരിത്രങ്ങളാണ്. പല മാന്ത്രിക വിദ്വാൻമാരെയും തറപറ്റിച്ച കഥ, ഒരുപാട് കഥകൾ അദ്ദേഹത്തിനെ കുറിച്ച്. അതൊക്കെ നമ്മൾ TV സീരിയലിലൊക്കെ അതിന്റെ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി കണ്ടിട്ടുണ്ട്. അപ്പം സീരിയലിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ഫാൻസിയൊക്കെ ചേർത്തിട്ടാണ് പറയുന്നത്. എങ്കിലും അതിന്റെ കഥ തന്തു എന്ന് പറഞ്ഞാൽ അതെല്ലാം കൃത്യം തന്നെയാണ്. അദ്ദേഹം ഈ വാഴയിലെ ഇട്ടൊക്കെ ജലത്തിൽ കൂടെ പോയതുമൊക്കെ, കിളിയങ്കാട്ട് നീലി എന്ന് പറയുന്നൊരു യക്ഷിയെ പിടിച്ചു കെട്ടി നമ്മുടെ ചെങ്ങന്നൂർ ആലപ്പുഴ ഭാഗത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ട് കുടിയിരുത്തിയ കഥയൊക്കെ അതൊക്കെ വളരെ സത്യമാണ്. അവിടെ ആയിരിക്കുന്ന ദേവി പനയനാർ കാവിലമ്മ യക്ഷിയാണ്. ഇദ്ദേഹം ആവാഹിച്ചു കൊണ്ടുവന്ന രക്ഷയാണ്. ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ഇദ്ദേഹം പിന്തുടർന്ന് പോയി യക്ഷിയെ പിടിക്കുകയും അവസാനം യക്ഷി തന്നെ പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഇവിടെ ഇരുന്ന് കൊള്ളാം.
അങ്ങനെ പള്ളിയിലച്ഛൻ സമ്മതിക്കുന്നു, കത്തനാർ സമ്മതിക്കുന്നു, അവിടെ ഇരിക്കുന്നു. അതാണ് പനയനാർക്കാവ് ലക്ഷി എന്ന് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ മന്ത്രവാദം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം ഇത് മൂന്നും കൂടി ഒരുമിപ്പിച്ചിട്ടാണ് കടമറ്റത്ത് കത്തനാറുടെ ഓരോ പ്രയോഗങ്ങളും. അതിൽ അദ്ദേഹം 100% വിജയിക്കുകയും ചെയ്തു. ഞാനീ പറഞ്ഞ കഥ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ ചരിത്രകാരന്മാർ, ഇദ്ദേഹം നമ്മുടെ ഒരു ചരിത്രകാരനാണ്. നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമുള്ള നമ്മളും അദ്ദേഹത്തിന് അംഗീകരിക്കണം. കാര്യം നമ്മളിന്ന് ശക്തമായി കാണുന്ന പനയനാർക്കാവിലമ്മ അവിടെ കൊണ്ടിരുത്തിയത് കടമറ്റത്ത് കത്തനാരാണ്. അദ്ദേഹം അഭ്യസിക്കുന്നത് മന്ത്രവാദം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം എന്ന് പറയുന്ന ഹിന്ദു ആചാരപ്രകാരം നടത്തുന്ന കർമ്മങ്ങളാണ്, വിദ്യകളാണ്. കടമറ്റത്ത് കത്തനാരുടെ ഈ ചരിത്രകഥ, അദ്ദേഹത്തിന്റെ ഈ ജീവിതകഥ, ഇത് അധികമാർക്കും അറിയാത്തത് കൊണ്ടാണ് ഞാനിതൊരു എപ്പിസോഡായിട്ട് നമ്മുടെ ഈ ചാനലിലേക്ക് വന്ന് പറഞ്ഞത്. കാര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമല്ലോ. ഇത് കണക്കുള്ള ചരിത്രപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് വാസ്തുദോഷം എങ്ങനെ തീർക്കാമെന്നോ, അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ജ്യോതിഷപരമായ കാര്യങ്ങൾ എങ്ങനെയെന്നോ, ഇതൊക്കെ മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ചരിത്ര സംഭവങ്ങൾ, ഇതൊരു ചരിത്ര സംഭവമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരും സ്ഥിരമായിട്ട് എൻ്റെ ഈ ചാനൽ കാണണം. ഈ വരുന്ന ഓരോ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കണം നിങ്ങൾ. കാരണം ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് ഒരുപാട് ഉപകാരപ്രദമുള്ളതായിരിക്കും. നിങ്ങൾ പറയുന്ന ഓരോ വിഷയങ്ങളാണ്, ഇതെല്ലാം ഓരോരുത്തരും എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്, അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അവരോട് ഞാൻ പറയുന്നത്, ഞാൻ ഇത് ഉടനെ തന്നെ ഒരു എപ്പിസോഡായിട്ട് ഞാൻ അവതരിപ്പിക്കാം. ഇതൊന്നും എൻ്റെ തലയിൽ മാത്രം ഉദിക്കുന്നതല്ല, വിഷയങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാനെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കേൾക്കുന്നവർ, എനിക്ക് ഈ യൂട്യൂബ് വഴി മാത്രമല്ല, ഒരുപാട് ഗ്രൂപ്പുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ എനിക്ക് കാണുന്നവരുണ്ട്. അവരെല്ലാവരും ഒരുപാട് ഇപ്പൊ തന്നെ ഒരു 120 സബ്ജക്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഓരോരുത്തർ. ഇപ്പം പ്രേതത്തിനെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ കാര്യം അതാണ്. പ്രേതത്തിനെ കുറിച്ചുള്ള എപ്പിസോഡ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് സംശയങ്ങൾ, അവരുടെ വീട്ടിന്റെ അടുത്തുണ്ടാകുന്ന അനുഭവങ്ങൾ, അവരുടെ നേരിട്ടുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം അത് ചിലത് അതൊരു മറ്റുള്ളവർക്ക് കൂടി നമ്മൾ പകർന്നു കൊടുക്കണം. ഇപ്പൊ ഈ കത്തനാറിന്റെ കാര്യം തന്നെ എൻ്റെ അടുത്ത് ഒരു പ്രമുഖ വ്യക്തി വിളിച്ച് ചോദിച്ചതാണ്, കത്തനാർ കൈകാര്യം ചെയ്തിരുന്നത് ക്രിസ്ത്യ ആചാരപ്രകാരമുള്ള കർമ്മങ്ങളാണോ ഹിന്ദു ആചാരപ്രകാരമുള്ളതാണോ, അതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. എനിക്കറിയാം, വ്യക്തമായിട്ട് എനിക്കറിയാം. അതൊന്നും ഞാൻ പറഞ്ഞത് സാറിന് വേണ്ടി മാത്രമല്ല, ഞാനതൊരു എപ്പിസോഡായിട്ട് ഞാനത് അവതരിപ്പിക്കാം എത്രയും പെട്ടെന്ന്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത്, അതെ ശരി, എല്ലാവർക്കും അത് ഉപകാരമാകുമല്ലോ. നമ്മൾ TV-യിലൊക്കെ അദ്ദേഹം വന്ന് കാണിക്കുന്ന വലിയ ഈ സംഭവങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. അദ്ദേഹം ആരായിരുന്നെന്നും എവിടെ നിന്നും അദ്ദേഹത്തിന് ഈ ഇത്രയും കഴിവ് കിട്ടിയെന്നതിനെ കുറിച്ച് ഉള്ള അറിവ് അപൂർവമാണ്. അങ്ങനെ ചെയ്താൽ അത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞതിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അറിവായി തീരട്ടെ. ഇതുപോലത്തെ അറിവുകളും എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം ഇത് കേട്ടിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നടപടികൾ കൂടി ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമൂട് വന്ന് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമാണിത്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ നട തുറക്കുന്നു. രാവിലെ 9 മണി മുതൽ ജ്യോതിഷവിധി പ്രകാരം നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും പ്രശ്നപരിഹാരം നടത്തുവാനും സാധിക്കും. വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള മുരുക്കുംപുഴയ്ക്കും ശാർക്കരയ്ക്കും മധ്യേ പെരുങ്കുഴി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര സമീപമുള്ള വീട്ടിൽ വരാവുന്നതാണ്. ദാരിദ്ര്യ ദുഃഖങ്ങളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിത വിജയം കൈവരിക്കാൻ കുബേരക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കും. ശ്രീ ചാമുണ്ഡി ദേവിയുടെയും
കുബേരസ്വാമിയുടെയും ദർശനം കൊണ്ട് ദുരിതം മാറി ജീവിത വിജയം നേടിയ ഭക്തർ അനേകമനേകം.